വെൽക്കം ടു KSRTC ബസ് സ്റ്റേഷൻ. ഏവർക്കും KSRTC ബസ് സ്റ്റേഷനിലേക്ക് സ്വാഗതം. പാസഞ്ചേഴ്സ് അറ്റൻഷൻ പ്ലീസ്. ദി പാസഞ്ചേഴ്സ് ടു കോട്ടയം പ്ലീസ് ലിസൺ. യുവർ ബസ് നമ്പർ KL008 will arrive soon. Please go through gate number 7. Thank you. Excuse me, sir. Yes. Good morning. Good morning. Welcome to KSRTC bus station. Thank you. I am station master Mani. താങ്കളുടെ എല്ലാ സഹായത്തിനും ഞാൻ ഒപ്പം ഉണ്ടാകും. താങ്കളുടെ ബസ് കൊല്ലത്തേക്കുള്ള ബസ് അരമണിക്കൂറൊക്കെ സ്റ്റേഷനിൽ എത്തിച്ചേരും. അപ്പോഴേക്കും സാറിനൊന്ന് ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഷ്റൂമിൽ എല്ലാ സെറ്റപ്പും റെഡിയാണ്. അവിടെ ഹോട്ട് വാട്ടർ ഉണ്ട്, കോൾഡ് വാട്ടർ ഉണ്ട്, നോർമൽ വാട്ടർ ഉണ്ട്, റോസ് വാട്ടർ ഉണ്ട്. ഏത് വേണമെങ്കിലും സാറിന് യൂസ് ചെയ്യാം. ചെറുത് അടിക്കുമെങ്കിൽ സൈഡിൽ സോഡ വാട്ടർ ഉണ്ട്. യാത്രക്കാരുടെ കംഫർട്ട്, അതാണ് KSRTCക്ക് വലുത്. പിന്നെ സാറിന് ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് ഒന്ന് തുടയ്ക്കാനായിട്ടുള്ള ടവൽ വേണ്ട, വേണമെങ്കിൽ ഞാൻ വന്ന് തുടച്ചു തരാം സാർ. വേണ്ട. KSRTCക്ക് യാത്രക്കാരുടെ കംഫർട്ടാണ് വലുത്. എങ്കിൽ പിന്നെ കംഫർട്ട് സ്റ്റേഷനിലേക്ക് പോയിക്കോളൂ. ശരി. ഓക്കെ. ജാസ്മിൻ, യെസ് സർ. നമ്മുടെ ഗസ്റ്റിനെ ഒന്ന് അറ്റൻഡ് ചെയ്യണേ. ഓക്കെ സർ. ഹലോ സർ, വെൽക്കം ടു ദി KSRTC കംഫർട്ട് സ്റ്റേഷൻ. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു സർ? അതായത് ഒന്നിനാണെങ്കിൽ 200 rupees, രണ്ടിനാണെങ്കിൽ 500 rupees. ഇതിലേത് ഓപ്ഷനാണ് സാർ തിരഞ്ഞെടുക്കുന്നത്? എനിക്ക് ഒന്നിനാണ് പോകേണ്ടത്, പക്ഷെ എന്റെ ചേഞ്ച് ഇല്ലല്ലോ മാഡം. നോ പ്രോബ്ലം സർ. ഫിസിക്കലി ഞങ്ങൾക്ക് ഇവിടെ ക്യാഷിന്റെ ആവശ്യമില്ല. സാർ ഈ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന അതേ സമയം തന്നെ സാറിന്റെ അക്കൗണ്ടിൽ നിന്നും ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി ക്യാഷ് ക്രെഡിറ്റ് ആയിക്കോളും. അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കാം സർ. കയറിക്കോളൂ. ഹാവ് എ നൈസ് ഡേ. എൻജോയ്. ഓക്കെ. എക്സ്ക്യൂസ് മീ സർ. സാറിന് അതിനുള്ളിൽ കയറി രണ്ടാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കാൻ തോന്നുന്നതെങ്കിൽ സാർ അവിടെ ഇരുന്ന് ഇങ്ങനെ ഒന്ന് വിളിച്ചാൽ മാത്രം മതിയാകും. വിളിച്ചാൽ ബക്കറ്റും വെള്ളവുമായി ഞങ്ങളുടെ സ്റ്റാഫ് അവിടെ എത്തിയിരിക്കും. സർ, ഹാവ് എ നൈസ് ഡേ. എൻജോയ് സർ. എന്നാ സെറ്റപ്പാ ഇത്? ഇത് KSRTC ബസ് സ്റ്റാൻഡ് തന്നെയാണോ? അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അതോ എയർപോർട്ടോ? എന്തൊരു മാറ്റം ഇതിന്റെ! എന്നാ സുഖം, എന്നാ മണം! അയ്യോ, ഒരു രക്ഷയില്ല. എന്നാ സുഖം! ആഹാ ആഹാ. കക്കൂസിരിക്കുമ്പോഴോ ശല്യം ചെയ്യണേ? ഇത് KSRTC ബസ് സ്റ്റാൻഡാ. ഇവിടെ നിന്ന് ഉറങ്ങാൻ നിന്റെ വീടിന്റെ ഉമ്മനോടാണത്. അയ്യോ സാറേ, ഇവിടെ നിന്ന് അറിയാതെ ഉറങ്ങിപ്പോയി. സാറേ, ഉറങ്ങിയപ്പോ ഞാൻ ഉഗ്ര സ്വപ്നം കണ്ടു സാറേ. KSRTC ബസ് സ്റ്റാൻഡ് എയർപോർട്ട് പോലെ ആയിരുന്നായിരിക്കും. ഇവിടെ വന്ന എല്ലാ യാത്രക്കാരെയും സ്വപ്നം അതാ. പക്ഷെ ഞങ്ങള് ജീവനക്കാർ ഇവിടെ ഉള്ളപ്പോ അത് നടക്കാൻ പോണില്ല. ഒന്നും നന്നാകാൻ സമ്മതിക്കരുത് കേട്ടാ. ഈ വീട് പിടിക്കാൻ നോക്കടാ. പോടാ, ഇവിടെ ഒറ്റ യാത്രക്കാരും വേണ്ട. പോടാ, വീട്ടിൽ പോടാ. KSRTCക്ക് ഇവിടെ യാത്രക്കാരുടെ ആവശ്യമില്ല. എന്താടാ അവിടെ ബസ്സിൽ കയറി കൊല്ലിച്ച കല്ലെടുത്തറിയും. പോടാ, നല്ല വീട്ടിൽ പോ. അതെ, ബക്കറ്റും വെള്ളോട്ട് ഇപ്പഴാണോ വന്ന? ബക്കറ്റും വെള്ളോ? തനിക്ക് എന്തോടാ, പ്രാന്താണോ? മേഡം, ഈ കൊല്ലത്തേക്ക് ബസ് ഉണ്ടോ? ആകപ്പാടെ കൊല്ലത്തിൽ 2 ബസ്സാണ് ഇതിനുള്ളിൽ കയറണത്. ഇതൊക്കെ എന്നോട് എന്തിനാണോ ചോദിക്കണത്? അവിടെ അന്വേഷണ മുറി എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോയി ചോദിക്ക്. ഈ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, കൊല്ലത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന KSRTC സൂപ്പർ ഫാസ്റ്റ് KL607 എന്ന ബസ്സിൽ നിങ്ങളുടെ സ്വന്തക്കാരോ കൂട്ടുകാരോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിക്കണേ. ബസ് എവിടെ എത്തിയെന്ന് ഒരു പിടിയില്ല. പിന്നെ ഈ വഴി പോവുകയാണെങ്കിൽ ഇവിടെ ഒന്ന് കയറാൻ പറയണേ. താനീ കോഴിക്കോട് ബസ് കണ്ടായിരുന്നോ? കോഴിക്കോട് ബസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. എടോ, അവിടെ കിടപ്പുണ്ടായിരുന്നോ? പക്ഷെ ഇപ്പൊ കാണുന്നില്ലെന്നേ. അത് പോയി കാണും. പോയി കാണുമെന്നോ? ആ ഡ്രൈവർ എന്ത് പണിയാ കാണിച്ചത്? എന്നെ കേറ്റാണ്ട് പോയോ? ഞാൻ ആ ബസിന്റെ കണ്ടക്ടർ ആന്നേ. നല്ല ഡ്രൈവർ തന്നെ. അയ്യോ, ഡ്രൈവറിന്റെ സൗണ്ട്. വണ്ടി എവിടെ? ഏത് വണ്ടി? നിങ്ങളല്ലേ ഡ്രൈവർ? അതിന്റെ എന്നോടാണോ ചോദിക്കണേ? നീ വണ്ടി എവിടെ കൊണ്ടുപോയിട്ടത്? വണ്ടി എവിടെ കൊണ്ടുവന്നില്ല? നിങ്ങൾക്ക് എന്താ പ്രാന്താണോ? എന്റെ ദൈവമേ, ഞാൻ വണ്ടി അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്താണല്ലോ. ഇപ്പൊ നോക്കിട്ട് വണ്ടി അവിടെ കാണില്ല. അവിടെ കാണുന്നില്ലേ? ആ ബസ്സിലെ യാത്രക്കാർക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണും, അവരെടുത്തോണ്ട് പോയി കാണും. നിങ്ങളെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല. എന്നെക്കാളും നല്ല ഡ്രൈവറാ വണ്ടി എടുത്തോണ്ട് പോയേക്കണത്. മനസ്സിലായില്ല? സാധാരണ ഞാൻ വണ്ടി എടുക്കാൻ നേരത്തെ ഒന്നെങ്കിൽ ഏതെങ്കിലും വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അല്ലെങ്കിൽ മൂല ഇത് പോക്കാ. ഇപ്പൊ അവിടെ കിടക്കുന്ന വണ്ടിക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല. അതുള്ളതാ പറഞ്ഞത്. എന്റെ ദൈവമേ, എന്റെ ചോറ് പോയേ. സങ്കടപ്പെടണ്ട, എല്ലാവർക്കും അവരുടെ ജോലി അവരുടെ ചോറാ. അതല്ലടോ, എനിക്ക് ഉച്ചയ്ക്ക് തിന്നാനുള്ള ചോറ് ആ വണ്ടിക്കകത്ത്, അത് പോയില്ലേ. അയ്യോ, സ്റ്റണ്ട് മാസ്റ്റർ വന്നിട്ടുണ്ട്. അല്ലല്ല, സ്റ്റേഷൻ മാസ്റ്റർ വന്നിട്ടുണ്ട്. ഇതുവരെ പോയില്ലേ ഇവിടുന്ന്? എനിക്ക് കൊല്ലത്തിന് പോണം. ഞാൻ കൊണ്ടോട്ടെ?
എങ്ങനെ? ഞാൻ കാറിൽ കൊണ്ടുപോയാക്കാം. കൊല്ലം വരെ കാറിക്കഴിഞ്ഞാൽ സാറിന്റെ തൊണ്ടടയല്ലേ? ചളിയാണ്. അപ്പൊ എടാ അതാണോ പറഞ്ഞത്? അതായത് എനിക്ക് സ്വന്തമായിട്ട് കാറുണ്ട്. ആ കാറിൽ നിന്നെ ഞാൻ കൊല്ലത്ത് കൊണ്ടുപോയാക്കാം. മീറ്റർ കാശ് തന്നാ മതി. മീറ്ററിന് എത്ര രൂപയാവും? എടാ മീറ്ററിന് അതല്ല പറഞ്ഞത്, മീറ്റർ വാടക തന്നാ മതി. എന്നാ വാ പോകാം. അതല്ലെന്ന്, ഒരു 3 പേരെ കൂടി പിടിക്കണം, അല്ലെങ്കിൽ ട്രിപ്പ് നഷ്ടമാ. അപ്പൊ എങ്ങനെ പിടിക്കും? നമുക്ക് വിളിക്കാലോ. സാറേ ഒന്ന് നിർത്തി, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഇതുവരെ ഡ്യൂട്ടിക്ക് കയറിയില്ലേ? ഇല്ല സാറ്, ചെറിയൊരു കയ്യബദ്ധം പറ്റി. എന്താണ് പറഞ്ഞോ? കോഴിക്കോട് സൂപ്പർ ഫാസ്റ്റ് ബസിന്റെ ഡ്രൈവർ ആണല്ലോ ഞാൻ. ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി. താക്കോല് കാണാനില്ല. അല്ലെന്ന്, വണ്ടി തന്നെ കാണാനില്ല. വണ്ടി എവിടെ പോയി? ഞാൻ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത, ഇപ്പൊ നോക്കിയപ്പോ വണ്ടി അവിടെ ഇല്ല സാറേ. അപ്പുറത്താ ചരിവില്ല. ഇതിപ്പോ ഞാനും പെട്ടല്ലോടാ ഇതിനകത്ത്. ഇപ്പൊ എന്ത് ചെയ്യും സാറേ? നിങ്ങളൊരു പണി, ടെൻഷൻ അടിക്കണ്ട. ഇവിടുന്ന് നേരെ ചെന്ന് കഴിയുമ്പോ 7.5 കിലോമീറ്റർ കഴിയുമ്പോ ഐമുറി എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്. വണ്ടി അവിടെ ഉണ്ടാവും. അതിനകത്ത് യാത്രക്കാർ കയറിയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. നീ വണ്ടി എടുത്തോണ്ട് പോയിക്കോ. അതെങ്ങനെ സംഭവിക്കും സാറേ? അത് KSRTC ബസ്സല്ലേ, അത് സ്ഥിരം ഓടുന്ന റൂട്ടല്ലേ. അപ്പൊ അതിനറിയാം ഏതിലേ പോണം, എവിടെ ചെന്ന് നിക്കണോന്നൊക്കെ. നീ ബ്രേക്ക് ചവിട്ടിയിട്ടാണോ അത് നിക്കാറ്? അതിന് തോന്നുമ്പോ അത് നിക്കും, അപ്പൊ തോന്നുമ്പോ ഓടും. അത്രേ ഉള്ളു കാര്യം. അപ്പൊ പേടിക്കണ്ട കേട്ടോ. അതെ, നിങ്ങൾ 3 പേരും പെട്ടു. ഇല്ലില്ല, ഞങ്ങള് 2 പേരില്ലേ, ഇവള് മാത്രമേ ഉള്ളൂ. എന്നെ പെറ്റ കേസല്ലേ? നിങ്ങൾ 3 പേരും പെട്ട് മന്ത്രി മിന്നൽ പരിശോധനയ്ക്ക് വരുന്നുണ്ട്. നമ്മള് പറ്റി. എടി ജോലി പടി, ഇവിടെയൊക്കെ മുറ്റൊക്കെ അടിച്ചു വാരിയിട്ട് നീ പോയി ചായക്ക് വെള്ളം വെക്ക്. ഞാൻ പോയിട്ട് പഴംപൊരി മിച്ചറും മേടിച്ചോണ്ട് വരാം. എക്സ്ക്യൂസ് മീ സാർ. എന്നാണോ? അല്ല തന്നെയല്ല സാർ. എന്നെയോ? എക്സ്ക്യൂസ് മീ സാർ. ഞങ്ങൾ ഇവിടെ സംസാരിച്ച സാർ കേട്ട് കാണുമല്ലോ. ഞാൻ കേട്ടു. ദൈവത്തെ ഓർത്ത് അത് മന്ത്രിയോട് പറഞ്ഞു കൊടുക്കരുത്. ഞങ്ങളുടെ കൂടെ തന്നെ നിക്കണം. നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞാൻ നേരത്തെ വിളിച്ച പോലെ ഒന്നുകൂടെ വിളിക്കണം. എക്സ്ക്യൂസ് മീ സാർ. ഞാൻ നിങ്ങളുടെ കട്ടക്കുണ്ട് സാറേ. ഓ, അയ്യോ സാറേ, ഇതെന്താ പരിപാടി? പരിശോധന. ഇങ്ങനെ പോയാൽ നടുവിന്നല്ലോ. ചിങ്കാരി മേളക്കാർ ഓടി കിടക്കണ പോലെയാണല്ലോ. ബാ ഓടി വാ. ആരാടോ സ്റ്റേഷൻ മാസ്റ്റർ? ആരാ? എടാ നീ വേണമെങ്കിൽ അയക്കോ. ഞാനകത്തില്ല. നീ വേണമെങ്കിൽ അയക്കോ. എനിക്ക് നല്ല പോസ്റ്റാ. സ്റ്റേഷൻ മാസ്റ്റർ അയക്കോ. എനിക്ക് കൊല്ലത്തിന് പോണം. ആരാണ് സ്റ്റേഷൻ മാസ്റ്റർ? ഞാനാ. അറിയാമെങ്കിൽ പിന്നെ നേരത്തെ പറയണ്ട. ഞാനാ. അതെ, കുളിച്ചില്ല, പനിയാ, ജലദോഷം. ഞാൻ കുളിക്കാൻ നിനക്ക് എന്തെങ്കിലും ചെയ്യാതിരിക്കും. എടോ, ഈ കൺഫർട്ട് സ്റ്റേഷനിലേക്ക് കാലെടുത്ത് കുത്താൻ പറ്റണില്ല. മൊത്തം വൃത്തികേടായിട്ട് കിടക്കല്ലേ. അതെങ്ങനെ സംഭവിക്കും? അതിന്റെ അകത്തൊന്നും ആരും കേറാറില്ല. എല്ലാരും ആ മതിലിന്റെ ചൊട്ടിപ്പോയാണ് കീച്ചാറുള്ളത്. ഞാനും എന്ത് അന്തസ്സായിട്ടാണ് പറയണത്. എടോ, അതല്ലേ പറഞ്ഞത്. അതിന്റെ ഉള്ളിൽ ചവരുമൊക്കെ വെറുതെ കുത്തിവരച്ചിട്ടാക്കിയാണ്. അത് ആർട്ട് വർക്കല്ലേ? അതും പോരാഞ്ഞിട്ട് ലതാന്ന് പേര് എഴുതിയിട്ട് അതിന്റെ അടിയിൽ ഒരു ഫോൺ നമ്പർ എഴുതി വെച്ചാക്കണം. ഞാനും കണ്ടായിരുന്നു. നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരൊക്കെ സേവ് ചെയ്ത് വെച്ചാലും ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് മുതൽ ആ ഫോണിലേക്ക് ആരും കോൾ ചെയ്ത് പോകരുത്. എന്താ? എടോ, ലതയുടെ അടിയിൽ എന്റെ നമ്പറാ എഴുതി വെച്ചാക്കണം. അയ്യോ, സാറിന്റെ നമ്പറാ. ഇപ്പൊ രാത്രിയില്ല പകലില്ലാതെ എനിക്ക് കിടക്കപ്പുറത്തില്ല. ഇന്നലെ രാത്രി 12 മണിക്ക് ഒരുത്തർ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയാ, ഈ ബസ് സ്റ്റാൻഡിന്റെ മൂല വരെ ഒന്ന് വരാവോ എന്ന്. ഞാൻ മന്ത്രിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ അവൻ പറയണ എനിക്ക് ലത തന്നെ വേണമെന്നില്ല, ചന്ദ്രി ആയാലും മതിയെന്ന്. സൈബർ നോക്കിക്കോളും. പിന്നെ ഞാൻ ഈ മിന്നൽ പരിശോധന കഴിഞ്ഞ് ഇപ്പൊ തന്നെ പോകും. അതിന്റെ ഉള്ളിൽ ഇവിടെ വന്ന യാത്രക്കാർക്കോ ജോലിക്കാർക്കോ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളാം, ഇവിടെ വെച്ച് തീർത്താക്കാം. ഇവിടെ ആർക്കും ഒരു പരാതി എന്നാ ഞാൻ മിന്നിച്ചോട്ടെ. എനിക്കൊരു പരാതിയുണ്ട്. കൂടെ പറഞ്ഞിട്ട് കൂടെ നിന്ന് പരാതി പറഞ്ഞോളാം. എന്താ പരാതി? സാറേ, അത്യാവശ്യത്തിന് വണ്ടിയുണ്ടോ? ആരാ പറഞ്ഞത് അത്യാവശ്യത്തിന് വണ്ടിയില്ലാന്ന്? 2 ഇന്നോവ, 3 ഡസ്റ്റർ, 4 സ്വിഫ്റ്റ്, പോരാത്തതിന് ഒരു താറും. ആരുടെ അത്യാവശ്യത്തിന്? എന്റെ അത്യാവശ്യത്തിന് വീട്ടിൽ കിടപ്പുണ്ട്. അതല്ല, ഞങ്ങളുടെ അത്യാവശ്യത്തിന് വണ്ടിയുണ്ടോ? നിങ്ങൾക്ക് അത്യാവശ്യത്തിന് വണ്ടി വേണമെങ്കിൽ നിങ്ങൾ EMI വഴി ഒരു വണ്ടി എടുക്കും. അതല്ല പറഞ്ഞ, യാത്രക്കാർക്ക് അത്യാവശ്യത്തിന് പോകാനായിട്ട് ബസ്സില്ല ഇവിടെ. അയ്യോ, ആരാ ഈ അബദ്ധങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി? യാത്രക്കാരിയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ 7.5 കോടിയുടെ ഒരു വണ്ടി ഞാൻ പരിചയപ്പെടുത്തിയില്ലേ? 7.5 കോടി ഇച്ചിരി കടുപ്പാ. 7 കോടി കടുപ്പാണ്. വാങ്ങിച്ചപ്പോ 1.5 കോടി ആയുള്ളൂ. നവീകരണത്തിന് വേണ്ടി കോടികൾ കൊടുക്കില്ലേ? 2.5 കോടി. എന്ത് നവീകരണോ ചെയ്തത്? അതിന്റെ സൈഡിൽ ഗ്ലാസിന്റെ അവിടെ ഇരുന്ന കർട്ടനില്ലേ? കർട്ടൻ. അതിന് തന്നെ ലക്ഷങ്ങളുടെ വിലയില്ലേ? എന്താ കർട്ടന്റെ പ്രത്യേകത? പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കർട്ടൻ അടച്ചിട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്ന് അകത്തേക്ക് നോക്കി ഒന്നും കാണാൻ പറ്റും. അകത്തുനിന്ന് പുറത്തേക്ക് നോക്കിയാലോ? പിന്നെ കാണത്തേ ഇല്ലല്ല. എന്തെങ്കിലും കാണണമെങ്കിലോ ആ തുണി മാറ്റി നോക്കിയാൽ മതി. അതാണ് ലക്ഷങ്ങളുടെ കർട്ടൻ. പിന്നെ അത് മാത്രോ, ചരടിനാണ് ഏറ്റവും വലിയ ഇത് വന്നത്. ചരടടിക്കൂലേ, അതിനാണ് കോടിക്കണക്കിന് രൂപ വന്നത്. ചരടിന് കോടി? അതെന്തു ചരടാ സാറേ? നമ്മൾ ഈ ബസ്സൊക്കെ മേടിക്കുന്നതിന് എന്തൊക്കെ ചരട് വലിച്ചിട്ട് വേണം ഇതൊക്കെ നടത്താനായിട്ട്. അതിന് വേണ്ടിയിട്ട് കോടികൾ മുടങ്ങിയിട്ടുണ്ട്. ചരട് വലിക്കാനാണ് കോടികളായത്. പിന്നെ TV എന്ന് പറഞ്ഞ ഭയങ്കര പ്രത്യേകത. അത് ഓണാക്കിയാലേ കാണാൻ പറ്റുള്ളൂ. വാഷിംഗ് മെഷീൻ ഉണ്ട്,
പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ട്, അങ്ങനെ മാടക്കടയുണ്ട്, അങ്ങനെ എല്ലാരും കൂടി കൂട്ടൊരു 3 കോടി അതിനായിട്ടുണ്ട്. എന്റെ സാറേ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 6.5 കോടിയായിട്ടുള്ളൂ. ബാക്കി 1/2 കോടി കൂടെ കാണണം. അരക്കോടി എവിടെ? അരക്കോടി അരക്കോടിയേ 1/2 കോടി ഈ 1/2 കോടി രൂപ കണക്കാൻ ഒപ്പിച്ച് തന്നാ പോരെ. ഈ വണ്ടി മൂടാനുള്ള തുണി ജർമ്മനിയിൽ നിന്ന് വരുത്തിച്ചതിന് 1/2 കോടി 1500 രൂപ. 1500 രൂപ ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഇട്ടതാ. കയ്യിൽ നിടുന്നുണ്ടല്ലോ. 7 കോടിയുടെ വണ്ടി എന്തിനാണ് മൂടിയിട്ടിരിക്കുന്നത്? 7 കോടി രൂപ വണ്ടി വെയിലും മഴയും കൊള്ളിച്ച് റോട്ടിൽ കൂടെ ഓടിക്കാനായിട്ട് വല്ല ഭ്രാന്തുണ്ടാ? അത് തന്നെയല്ല ഇവരെ പോലുള്ള ഡ്രൈവർമാരല്ലേ ഇത് ഓടിക്കണത്. ഈ പോണ വഴിക്ക് എവിടെയെങ്കിലും ചെന്ന് തട്ടേ മുട്ടേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിന് നഷ്ടമല്ലേ? അങ്ങനെ സർക്കാരിന് നഷ്ടം വന്ന ഒരു പരിപാടി ഞാൻ നടത്തൂല. ആ പരാതി അങ്ങോട്ട് മാറിയില്ല. ഞാൻ പിന്നിച്ചോട്ടെ. സാറേ എനിക്കൊരു പരാതിയുണ്ട്. എന്ത് പരാതി? ഞങ്ങൾ ഡ്രൈവർമാർക്ക് ജോലി ഭാരം ഇച്ചിരി കൂടുതലാ. എന്താ അത്? ക്ലച്ച്, ആക്സിലേറ്റർ, ബ്രേക്ക് ഇത് 3ഉം കൂടാണ്ട് ഗിയറും ഉണ്ട് സ്റ്റിയറിംഗും ഉണ്ട്. ഇത് 5ഉം ഞാൻ ഒറ്റയ്ക്കാ കൈകാര്യം ചെയ്യുന്നത്. പിന്നീട് ആരും ഓടിക്കുന്ന വണ്ടിക്ക് അതൊക്കെ മാറ്റി തരാം. അതല്ല സാർ, ഒരു ഹെൽപ്പിങ്ങിന് ഒരാളെ കൂടി വെച്ച് കഴിഞ്ഞാൽ മിനിമം ആ ഹോണെങ്കിലും അടിക്കാൻ ഒരാളെ കിട്ടിയ എനിക്കൊരു സഹായമായ. ഹെൽപ്പർ വേണം. അതൊരു നല്ല ആശയമാണ് അത്. പക്ഷെ അങ്ങനെ ഹെൽപ്പറെ കൊണ്ടുവന്ന് ഈ ഹെൽപ്പർ എവിടെ ഇരുത്തും? എന്റെ തൊട്ടടുത്ത് തന്നെ ഒരു സീറ്റ് ഇട്ട് കൊടുത്താൽ മതി. എന്തിന്? അവൻ നിന്റെ സീറ്റിലിരിക്കട്ടെ, നീ കുറച്ചു നാളെ നീ നിന്റെ വീട്ടിലിരിക്കി. ഇവന്റെ ജോലി ഭാരവും കുറയും, സർക്കാരിന്റെ ഭാരവത്തിന് കുറഞ്ഞിട്ട്. നല്ല തീരുമാനം. എനിക്ക് പരാതിയൊന്നും ഇല്ലേ? ഇല്ലല്ല. അല്ല സാറേ, കണ്ടക്ടറിന്റെ ചീട്ട് കീറുന്നില്ലേ? ഓൾറെഡി ഒരുത്തരുടെ ചീട്ട് കീറിയാൻ വെച്ചാക്കിയാണ്. ഇനി നിന്റെ ചീട്ട് കൂടി ഞാൻ കീറണോ? അപ്പൊ എല്ലാ പരിപാടിയും തീർന്നില്ലേ? മിന്നിക്കല്ലേ പറയാം. സാറ് ഒരുപാട് പരിഷ്കാരങ്ങളൊക്കെ ഇപ്പൊ കൊണ്ടുവന്നല്ലോ. സാറ് എന്ത് പരിഷ്കാരമാണ് അടുത്തതായിട്ട് കൊണ്ടുവരാൻ പോണെന്ന് ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുക. അതല്ലേ അടുത്ത പരിഷ്കാരം എന്ന് പറഞ്ഞാൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. ശ്രദ്ധപ്പെട്ട അങ്ങനെ ഇങ്ങനെ ഒന്നും ശ്രദ്ധിക്കാറില്ല. കാര്യം വീട്ടിലല്ലാതെ. അപ്പൊ ഉണ്ടല്ല, ഈ നമ്മള് സ്റ്റേഷനിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നതിന് മുമ്പ് ഈ യാത്രക്കാര് ഈ ശൗചാലയത്തിൽ ഓടിപ്പോണ ഒരു പ്രവണതയുണ്ട്. ഭയങ്കര ഇതായിരിക്കും. ഓടും. ശ്രദ്ധിച്ചായിരുന്നു? ആര് ശ്രദ്ധിക്കണത്? ശ്രദ്ധിച്ചായിരുന്നു? ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അത് ഭയങ്കര അപകടം പിടിച്ച പരിപാടിയാണ്. അപ്പൊ ഇനി മുതൽ നമ്മള് ശൗചാലയത്തിലേക്ക് ഓടണ്ട. പിന്നെ ശൗചാലയം ഇങ്ങോട്ട് ഓടി വരും. എവിടെ ചിന്തിക്കുന്നു അവിടെ ശൗചാലയം. അപ്പൊ ഈ ശൗചാലയം ഓടി വന്നിട്ട് ഈ ബസിന്റെ ഡോറായിട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് അപ്പൊ ഇതിനകത്തുള്ള യാത്രക്കാർക്ക്, ഡ്രൈവർക്ക്, കണ്ടക്ടർക്കൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യാം. യാത്രക്കാർക്കൊക്കെ യൂസ് ചെയ്യാം. അതെ അതെ. അല്ല അതിന് പ്രത്യേകിച്ച് പൈസ ഒന്നുമില്ലല്ലേ, ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് യൂസ് ചെയ്യാലോ അല്ലേ? ഇതിനൊക്കെ ആരെങ്കിലും പൈസ ചോദിക്കും. പക്ഷെ അതിന്റെ പേരില് ടിക്കറ്റ് ചാർജിൽ ഒരു ചെറിയൊരു വർധനവുണ്ടാകും. ഇതൊക്കെ എനിക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റൂ. അപ്പൊ ഇത് ക്ലീൻ ചെയ്യുന്ന ആരാ? അത് ഈ സമയത്ത് ഡ്രൈവർ ഫ്രീ അല്ലേ? ഡ്രൈവർ ക്ലീൻ ചെയ്യട്ടെ. ഞാനാ? പിന്നെ ഞാൻ ബക്കറ്റും ബ്രഷായിട്ട് പറ്റോ? നോമതിനില്ല. പിന്നെ ഇരിക്കണ ഡ്രൈവിംഗ് സീറ്റിന്റെ ചുറ്റുപാട് വൃത്തിയാക്കാത്ത ടീമാ ഇനി ബാത്റൂം വൃത്തിയാക്കാൻ പോണം. സാറേ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനേക്കാളൊക്കെ നല്ലത് ഏതായാലും ഇഷ്ടംപോലെ സീറ്റ് KSRTC ബസ്സിലുണ്ടല്ലോ. ഇഷ്ടം പോലെ. ഈ സീറ്റിന്റെ ഓരോന്നിന്റെ അടിയിലും ഓരോ യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലേ? അങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനൊന്നുമില്ല. ഇത് ഞാൻ ഇന്നലെ ബാത്റൂമിൽ ഇരുന്നപ്പോ ചിന്തിച്ചൊരു വിഷയമാണ്. സാറ് ചുമ്മാ ഡംബീസ് അടിക്കുവാണ്. അടിക്കാന്നല്ല, ഈ പുള്ളി ഓവർടേക്ക് ചെയ്ത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഞാനത് ആലോചിച്ചതാ. അപ്പൊ അതിന് നമുക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാം. ഈ ജർമ്മനിയിൽ നിന്ന് നൂതന സാങ്കേതിക വിദ്യകളുള്ള നല്ലീനം ക്ലോസറ്റുകൾ ഇവിടെ വരുത്താം. എന്തിനാ സാർ ജർമ്മനിയിൽ നിന്ന് വരുത്തണ? നമ്മുടെ നാട്ടിൽ കിട്ടൂലേ ക്ലോസറ്റ്? ഈടോ നമ്മുടെ നാട്ടിലെ ക്ലോസറ്റുകൾക്കൊക്കെ ക്വാളിറ്റി ഉണ്ടോ? അതില്ല. നമ്മുടെ നാട്ടിൽ എന്തിനെങ്കിലും ക്വാളിറ്റി ഉണ്ടോ? ഇല്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അന്യരാജ്യക്കാരെ ആശ്രയിക്കണം. അല്ല സാർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ അന്യരാജ്യങ്ങളിലുള്ള സാധനങ്ങൾക്ക് ഇത്ര ക്വാളിറ്റി വരാൻ എന്താ കാരണം? ഞാനത് ആലോചിച്ചു. അത് ഞാൻ ആലോചിച്ചു, എനിക്ക് മനസ്സിലായി. അതായത് ആ രാജ്യങ്ങളുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് ക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് ആ നാട്ടിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തലപ്പത്തിരിക്കുന്ന എല്ലാവർക്കും ഒരു ക്വാളിറ്റി വന്നാൽ താഴെയുള്ള എല്ലാത്തിനും ക്വാളിറ്റി ഉണ്ടാവും. കൊള്ളാം. അതിന് തനിക്ക് ഞാൻ പ്രത്യേകമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഡിസ്മിസ് ചെയ്യുന്നു. എന്ത് കാര്യത്തിന്? എടാ ഇയാൾക്ക് ക്വാളിറ്റി ഉണ്ടെന്ന്. അങ്ങനെ ക്വാളിറ്റി ഉള്ള ഒരു സാധനവും നമുക്കിവിടെ വേണ്ട.